വാതായനങ്ങൾ തുറക്കുവാൻ കൈരളി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അശ്വമേധത്തിലേക്ക്. യൂണിടേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ആൻഡ് ഭീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമുക്ക് ഏവർക്കും സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജൂറി. GS പ്രദീപ്, കപടസ്നേഹിത നിന്നോടു ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. ഒരു മുഖം മാത്രമുള്ള ഞാനും 100 മുഖപടങ്ങൾ തന്നുടമയാം നീയുമായി അകലമേറെയുണ്ട് ആവശ്യമില്ലെനിക്ക് അഴക് തുന്നിയ നിൻ വ്യാജ സൗഹൃദം എന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. സ്വാഗതം. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ സുപ്ര പസഫിക് ആൻഡ് ഭീമ ജ്വല്ലറി. സൗഹൃദത്തിൽ മാത്രമല്ല, പ്രണയത്തിലും, എന്തിന് സ്വപ്നങ്ങളിൽ പോലും വല്ലാതെ കണ്ട് വ്യാജത്വം കടന്നു വരുന്ന ഒരു കെട്ടകാലത്തിൻ്റെ നടുവിലാണ് നമ്മളെന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. പക്ഷേ അപ്പോഴും ചിലതുണ്ട് ഇങ്ങനെ ചിതൽ തിന്നു പോയാലും, ചിരകാലം ചിതൽ തിന്നു പോയാലും ബാക്കിയാകുന്നത്. അത് വ്യാജം എന്ന വാക്കിന് യാതൊരു സ്പർശന സാമീപ്യവും അനുഭവപ്പെടാൻ കഴിയാത്ത നിരന്തര സൗഹൃദങ്ങളാണ്. 35 വർഷത്തെ സൗഹൃദം പിൻപറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിലെ കലാലയങ്ങളിൽ, കലോത്സവ വേദികളിൽ അസാമാന്യമായ പ്രതിഭാ വൈഭവം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കലാകാരൻ. പിന്നീട് മലയാളത്തിലെ ചലച്ചിത്ര മേഖലയിൽ 50ഓളം നിറമുള്ള വേഷങ്ങൾക്ക് രൂപഭാവങ്ങൾ പകർന്നു അയാൾ. മോണോവാക്ട്, പ്രച്ഛന്നവേഷം, മിമിക്രി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അഭിനയം, നാടകം തുടങ്ങിയ മേഖലകളിലൊക്കെ തൻ്റെ വിദ്യാർത്ഥികാലം മുതൽ തന്നെ മികവ് പ്രകടിപ്പിച്ച ആ കുഞ്ഞു നക്ഷത്രം വളരെ സ്നേഹത്തോടെ, ആദരവോടെ, ഇഷ്ടത്തോടെ, പ്രിയത്തോടെ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തിനെ, സഹോദരനെ, സതീർത്ഥ്യനെ, പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ശ്രീ AS ജോബി. പ്ലീസ് വാക്ക് ഇൻ. ജോബി, പ്രേക്ഷകർക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കുശലം ചോദിച്ചോട്ടെ. റിട്ടയർ ചെയ്തോ? വർഷം 2 കഴിഞ്ഞു. വർഷം 2 കഴിഞ്ഞു. എത്ര വർഷമായിരുന്നു ജോബി KSFEയിൽ ജോലി ചെയ്തിരുന്നത്? 24 വർഷം. 24 വർഷക്കാലം KSFEയിൽ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൽ ജോലി ചെയ്തു. മാനേജറായിരുന്നു. സീനിയർ മാനേജറായി റിട്ടയർ ചെയ്തു. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം ജോബി വെറുതെ ഇരുന്നില്ല. ഇല്ല. ജോബി അഭിനയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ കലാചര്യയിലേക്ക് മാത്രം മാറി നിന്നില്ല. ജോബി വേദികളിലേക്ക് മാത്രം, അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിലേക്ക് മാത്രമായി ചുരുങ്ങിയില്ല. മറിച്ച് ഓട്ടിസം എന്ന വല്ലാത്ത വിപത്ത് ബാധിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ജോബി മുന്നോട്ടിറങ്ങി. വല്ലാത്ത ആദരവ് തോന്നി ജോബി എപ്പോഴും. പറയൂ, എന്തുകൊണ്ടാണ് അങ്ങനെ? എൻ്റെ മകന് ഓട്ടിസമാണ്. ശ്രേയസ്, 2ാമത്തെ മകൻ. എനിക്കറിയാം ശ്രേയസിനെ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ജീവിതം, അവൻ്റെ കാലശേഷം എന്തെന്നുള്ളൊരു സംഭവമുണ്ട്. ഒപ്പം അവനെപ്പോലെ ഉള്ള അവസ്ഥയിലുള്ളവരും, ഓട്ടിസം ഒരവസ്ഥയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചില്ല എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, സൊസൈറ്റിയുണ്ട്. അതിൻ്റെ ചെയർമാൻ രഘുത്തമൻ, അറിയാമായിരിക്കും, നമ്മുടെ അറിയാം, നാടകയോഗം. അതെ. അല്ല, പിന്നെ നമ്മുടെ ചില്ല അനിൽ, ഇങ്ങനെ കുറേ പേർ, നമ്മുടെ കൂട്ടുകാരൻ തന്നെ രത്നകുമാർ, ബീന, അജിത്ത്, ഇങ്ങനെ കുറേ ഞങ്ങളെല്ലാവരും കൂടി ഒരു സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റി 10-22 വർഷം കൊണ്ടേ ഉണ്ട്. അതിൽ സ്ട്രീറ്റിലെ കുട്ടികളെ വളർത്തി അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല പാർപ്പിടം കൊടുത്തു.
അവരെല്ലാം നല്ല നിലയിൽ വിവിധ തട്ടുകളിലായി. ട്രാൻസ്ജെൻഡേഴ്സിന് അവർക്ക് നല്ലൊരു ഇപ്പോൾ നിലയിലായി. ഓട്ടിസം ഒരു വല്ലാത്തൊരു പ്രശ്നമാണ് ആഗോളതലത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അപ്പോൾ ഇത്തരം കുട്ടികളെ ഞങ്ങളൊരു 10 പേരെ, കൂടുതലില്ല, 10 ഏറ്റവും പാവപ്പെട്ട സിംഗിൾ പേരൻ്റായിട്ട് ജീവിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അച്ഛന്മാർ കളഞ്ഞിട്ട് പോകുമ്പോൾ അമ്മമാർ, അവരുടെ വിധിയാണ് അവർ പിന്നെ ഇത് അവരുടെ റൂമിൽ അടച്ചിട്ടിട്ട് 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ടിട്ട് വേണം തൊഴിലിന് പോകാൻ. അങ്ങനെയുള്ള 10 കുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അവർക്കൊരു തൊഴിൽ സാധ്യത ഉണ്ടാവണം, വരുമാനം ഉണ്ടാവണം, ആ കുടുംബത്തിന് സന്തോഷമുണ്ടാവണം. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് തൊഴുത് വിടാനായിട്ട്, അല്ലെങ്കിൽ ഒരു ടോക്കൺ കൊടുക്കുക. ഇത്തരം ജോബിയുടെ മറ്റേത് പ്രതിഭയും പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉയരത്തിൽ ഈ കാഴ്ചപ്പാടുകൾ ബാക്കിയാകും. ജോബി ജീവിതത്തിൽ അത്ര സുഖമുള്ള മെത്തയിലൂടെ സഞ്ചരിച്ചു വന്നവരല്ലല്ലോ നമ്മളാരും തന്നെ. അതിജീവനമാണല്ലോ നമ്മുടെ. കോളേജ് കാലത്ത് സർവകലാശാലയിലും സ്കൂളിലുമൊക്കെ സംസ്ഥാന തലത്തിൽ പ്രതിഭയായിരുന്നു ജോബി. അതെ. പിന്നീട് നമ്മൾ ടാലൻസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റീവ് ഹൈറ്റ്സ് ടച്ച് എന്നൊരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. മഹേഷ് പഞ്ചൂരിയാണ് നമ്മൾ അതിൻ്റെ മുഖ്യ കാര്യദർശി. മഹേഷ് പഞ്ചൂരായിരുന്നു. മഹേഷ് പഞ്ചുവായിരുന്നു അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാം. ടച്ചിന് പേരിട്ടത് അന്ന് ഞാനാണ്. അതെ. അന്ന് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമായിരുന്നു. ഒത്തിരി പോയി. അതെല്ലാം വലിയൊരു അനുഭവങ്ങളാണ്. പക്ഷേ സ്കൂട്ടറിലാണ് പോകുന്നതെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെയാണ് പോകുന്നതെങ്കിൽ രാത്രി ഉത്സവപ്പറമ്പിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് പലപ്പോഴും തിരിച്ചു വന്നിരുന്നത് എന്തിലാണെന്ന് ഓർമ്മയുണ്ടോ? ലോറികളിലൊക്കെയാണ്. ലോറി എന്ത് ലോറിയാണെന്ന് കൂടുതൽ വന്നിട്ടുള്ള വൈക്കോൽ കൊണ്ടുവരുന്ന ലോറികളാണ്. ഈ വൈക്കോൽ ലോറിയുടെ മുകളിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഉത്സവപ്പറമ്പ്, അത് ഓരോ ഗ്രാമങ്ങളിലൊക്കെയല്ല, അവിടെ പ്രോഗ്രാം ചെയ്ത് ജോബിയുടെ മഹേഷിൻ്റെ വാക്കുകളുടെ മായാജാലം എന്ന എൻ്റെ ഒരു പ്രോഗ്രാം, അത് രസമുള്ളൊരു കാലമായിരുന്നു ജോബി. സന്തോഷം ജോബി, ഏറെ സന്തോഷം. ഇത് ഓർമ്മകളുടെ വർത്തമാനമാണ്. മറവിക്കെതിരെയുള്ള ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയം പോലും എന്നാണ് മിലാൻ കുന്ദേര അല്ലേ പറഞ്ഞത്. ജോബിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. അതെ. അതും ഒരു ചരിത്രമാണ്. ശ്രീമതി രാംദുലാരി സിൻഹ കേരളത്തിലെ ഗവർണറായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വർത്തമാനകാലത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥതയിൽ നമ്മൾ കാണുന്നത് പോലുള്ള വല്ലാത്തൊരു അപചയം അക്കാലത്തും കുറച്ചു കാലമുണ്ടായിരുന്നു. സർവകലാശാലയുടെ ഭരണസമിതികളിലേക്ക്, സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട വിദ്യാർത്ഥി പ്രതിനിധികൾ അവരവരുടെ മേഖലകളിൽ ഏറ്റവും പ്രഗത്ഭരായവരാകണം എന്നതാണ് ചട്ടം. കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് കലാകാരായ വിദ്യാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അതാത് വർഷങ്ങളിലെ സർവകലാശാല കലാപ്രതിഭകളാകണം എന്നത് തന്നെയാണ് ഏറ്റവും മികച്ച രീതി. ശ്രീ AS ജോബി കേരള സർവകലാശാല സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സജീവമായ പ്രവർത്തകനായിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ AS ജോബിയുടെ പേര് അന്നത്തെ ഗവർണറായ ശ്രീമതി രാംദുലാരി സിൻഹ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉജ്ജ്വലമായ ഞങ്ങൾ ഒരുപാട് പേർ പങ്കെടുത്ത പ്രക്ഷോഭ പോരാട്ട സമരങ്ങളുണ്ടായിരുന്നു ആ തീരുമാനത്തിനെതിരെ. ഓർമ്മകൾ വിപ്ലവവും കൂടിയാണ് ജോബി. ആരംഭിക്കാം. ജോബി അശ്വമേധത്തിൻ്റെ ഈ പുതിയ രൂപത്തിൽ ഒരു പ്രത്യേകത ആദ്യ സെഗ്മെൻറ്റിൽ അറിയാമല്ലോ, ജോബിയാണ് ഗ്രാൻഡ് മാസ്റ്റർ. ദ ഫസ്റ്റ് ക്ലൂ. എൻ്റെ പത്രപ്രവർത്തന അനുഭവങ്ങൾ, നേരെ ചൊവ്വേ പത്രപ്രവർത്തകൻ്റെ അനുഭവങ്ങൾ, അറേബ്യൻ സ്കെച്ചുകൾ, പ്രതിഭകൾ. 5 പുസ്തകങ്ങളുടെ പേരുകളാണ് ഒന്നാമത്തെ ക്ലൂ. നമുക്ക് ഓരോ സൂചനയിലും ഗസ് ചെയ്യാം, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. 5 സൂചനകൾക്കുള്ളിൽ എപ്പോഴെങ്കിലും ആളിനെ കണ്ടെത്തിയാൽ മതിയല്ലോ. രണ്ടാമത്തെ സൂചനയിലേക്ക് കടന്നാലോ? ശരി. കേരള കൗമുദി 1919 ഡിസംബർ 9. കേരള കൗമുദി പറയുമ്പോൾ പെട്ടെന്ന് സുകുമാരൻ സാറ്. കെ സുകുമാരൻ സാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ? പിന്നെ കെ ബാലചന്ദ്രനുണ്ട്. കെ ബാലകൃഷ്ണനാണോ കെ സുകുമാരനാണോ? ആരെയാ പറയുന്നത്? കെ ബാലകൃഷ്ണൻ പണ്ട് ലോ കോളേജിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ബൈനറ്റിൻ്റെ പോറൽ കൊണ്ട് നെഹ്റുവിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ ആ ചോരയുടെ ഗന്ധം പേറുന്ന കാറ്റൊരു കൊടുങ്കാറ്റായി മാറി രാജന്യ സിംഹാസനങ്ങളെ കടപുഴക്കി വീഴ്ത്തുമെന്ന് തിരുവിതാംകൂറിനോട് ഉച്ചത്തിൽ പ്രഭാഷണം നടത്തിയ ഉജ്ജ്വല പ്രസംഗകനായിരുന്ന കെ ബാലകൃഷ്ണനാണോ പത്രാധിപർ എന്ന് വിളിക്കപ്പെട്ട കെ സുകുമാരനാണോ? 2 പേരുകൾ ജോബി പറഞ്ഞു. എനിക്കറിയില്ല ആരാണെന്ന്. ഇത് രണ്ടിൽ ജോബി ഒരു പേരേ പറയാൻ പറ്റും. സുകുമാരൻ സാറ് ഒരു പാവത്താനായിരുന്നു. ഇദ്ദേഹം
ഉജ്ജ്വല വാഗ്മിയായിരുന്നു. ജോബി എന്ത് പറയുന്നു? തെറ്റാണെങ്കിൽ കേരളം മുതിർന്ന് നിൽക്കുമ്പോൾ സുകുമാർ സാറിനെയാണല്ലോ. അപ്പോൾ ഏത് ഫിക്സ് ചെയ്ത് ഏതാണ്? കെ ബാലകൃഷ്ണൻ, കെ സുകുമാരൻ? കെ സുകുമാരൻ, കെ ബാലകൃഷ്ണൻ. കെ ആണല്ലോ. കെ ഉണ്ട്, ഇനിഷ്യൽ കെ ഉണ്ട്. അത് ഞാൻ കള്ളം പറയില്ല. സുകുമാരൻ സാർ ഫസ്റ്റ് കേരളം മുതിർന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇന്ദിരാ കെ സുകുമാരൻ എന്ന് അപ്പോൾ ഇതിൽ രണ്ടിലും അല്ല. അതെനിക്ക് അതറിയില്ല. ശരി, മൂന്നാമത്തെ അടുത്ത പഠിക്കാം. ഇനിഷ്യൽ കെ ഉണ്ട്. മൂന്നാമത്തെ ക്ലൂ. ഓ, നല്ല മഴയാണല്ലോ. മഴ 2004 മെയ്യിൽ ആ ദിവസം നന്നായി മഴ പെയ്തിരുന്നു. നാലാമത്തെ ക്ലൂ തരട്ടെ. ഇതിൽ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ പിണങ്ങും, കാരണം ഇത് വളരെ പേഴ്സണലാണ്. കാണാം. 2001 ജൂൺ മാസം 7/25 മലയാളികൾ കണ്ട ഒരു എപ്പിസോഡാണ്, ആദ്യത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡിൽ ഇതാ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ കാണിക്കില്ല കേട്ടോ. ചോദ്യം, സാർ വിചാരിച്ച വ്യക്തി രാജരക്തത്തിൽ പിറന്ന ആളാണോ സർ? പഴയ ആളിരിക്കുന്നു. പക്ഷേ ആദ്യ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉത്തരം പിടികിട്ടി. കാരണം അതിന് പോകുമ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിരുന്നുവല്ലോ. സഖാവ് EK നയനാർ രാജരക്തത്തിൽ പിറന്ന ആളാണോ സർ? ആ, അതെ. സഖാവ് EK നായനാരുടെ പുസ്തകങ്ങളാണ് ജോബി ആദ്യം കാണിച്ചത്, പത്രപ്രവർത്തകൻ്റെ അനുഭവങ്ങൾ അടക്കമുള്ളത്. കേരള കൗമുദിയിലാണ് ശ്രീ EK നായനാർ ആദ്യമായി തൻ്റെ പ്രവർത്തനം, തൻ്റെ ജോലി ആരംഭിച്ചത്. 2004 മെയ് 19 അന്ന് മഴ പെയ്തിരുന്നു. തിരുവനന്തപുരം മുതൽ പയ്യാമ്പലം വരെ തോരാത്ത മഴയിലും പാതിരാവിലും കാത്തുനിന്നു ജനലക്ഷങ്ങൾ സഖാവ് EK നായനാരെ അവസാനമായി. അത്രയും ഒരു ജനസംഖ്യ പിന്നെ ഉണ്ടായിട്ടില്ല അല്ലേ? വല്ലാത്തൊരു ജനസഞ്ചയം, ഹൃദയത്തിൽ നിന്ന് ഉയർത്ത ജനസഞ്ചയമാണ്. പിന്നീടും ഉണ്ടായിട്ടുണ്ട് പലരുടെയും, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. നായനാർ സഖാവിൻ്റെ മരണം പക്ഷേ ജനങ്ങളെ വല്ലാതെ കണ്ട് കരയിച്ചിരുന്നു. പ്രകൃതി പോലും കരഞ്ഞു പോയ ദിവസമാണ്. ആരംഭിച്ചാലോ ജോബി? ആരംഭിക്കാം. അപ്രൂവ് ചെയ്തോ സാർ ജോബിയുടെ മനസ്സിൽ വിചാരിച്ച പേര്? യെസ്, അപ്രൂവ്. ഓൾ ദി ബെസ്റ്റ് ജോബി. ഇനി ജോബി റിലാക്സ്ഡ് ആണ്, കാരണം യെസ് ഓർ നോ പറഞ്ഞാൽ മതിയല്ലോ. അതെ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ പ്രിയപ്പെട്ട കലാകാരനൊപ്പം യാഗം. ജോബി വിചാരിച്ച വ്യക്തി ഇന്ത്യൻ, മലയാളി, ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. 1950 ശേഷം മരണം? 50 ശേഷം മരണം. ആണോ? രാഷ്ട്രീയം, കലാ, സാഹിത്യം? ആണ്. രാഷ്ട്രീയം അല്ല. സാഹിത്യം? നോ. പെർഫോമിംഗ് ആർട്ട്? പെർഫോം ചെയ്യുന്ന കലാരൂപമാണ്. നാടകം, നൃത്തം? അല്ല. ഉപകരണ സംഗീതം, ക്ഷേത്രകലകൾ, ആയോധന കലകൾ? ഒന്നുമല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. ആയിരത്തി 1980 ശേഷം മരണം? 80 ശേഷം. നാടൻ കലകൾ, നാടോടി കലകൾ, ഫോക്ക് ആർട്ട്? ഇല്ല. ഇല്ല. അല്ല. 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 കുറിച്ച് PS കുമാരനെയും PK കാളനെയും പോലുള്ള കലാകാരന്മാരൊന്നും അല്ല. ഗദ്ദികയും അർജുനവൃത്തമൊന്നും അല്ല. 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 പടയണി, ഇതൊന്നും അല്ല. അല്ല. പ്രഭാഷണം, പ്രസംഗകല, മാജിക്, സർക്കസ് ഇവയിലൊന്നാണ്? ഇതിലൊന്നാണ് എന്ന് പറയുന്നില്ല. അല്ല. ഓക്കെ. കഥാപ്രസംഗം? കഥാപ്രസംഗം അല്ല. നമ്മൾ അല്ല. അല്ല. നമ്മൾ നമ്മൾ ഒത്തിരി അശ്വമേധം അല്ല, നമ്മൾ അശ്വമേധം ഒത്തിരി കളിച്ചിട്ടുണ്ട്. അല്ലാതെ പല ഇടങ്ങളിൽ നിന്ന് കൂട്ടുകൂടി
അതുകൊണ്ട് ഉള്ള ഒരു പിടുത്തമുണ്ട് അതിൽ. സംഗീതം, ഉപകരണ സംഗീതം, നാടകം, നൃത്തരൂപങ്ങൾ, ക്ഷേത്രകലകൾ, നാടൻ കലകൾ, അനുഷ്ഠാന കലകളിലും ആയോധന കലകളും ചോദിച്ചു. പ്രഭാഷണ കല, കഥാപ്രസംഗം, മാജിക്, സർക്കസ്. ഒന്നുമല്ല 1980 ശേഷം വരണം. അദ്ദേഹത്തിന് സിനിമയുമായി ബന്ധമുണ്ടോ? ഉണ്ട്. സിനിമയാണോ പ്രധാന കല? അല്ല. 16 ചോദ്യങ്ങൾ. രാജസൂയൻ. സിനിമയാണ് പ്രധാനം, അല്ലെങ്കിൽ സിനിമ മാത്രമാണെങ്കിൽ അപ്രൂവ് ചെയ്യില്ലല്ലോ. ഇല്ല. സിനിമയും WWF ഗുസ്തിയും അശ്വമേധത്തിൽ ഇല്ലാത്ത മേഖലകളാണ്. അല്ല, അത് മാത്രമാണെങ്കിൽ മറ്റെന്തോ ഉണ്ടപ്പോൾ അല്ലേ? ഇത് മറ്റൊരു ഗുസ്തി. എന്താണ്? അല്ല, സിനിമയും ഗുസ്തിയും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരു ഗുസ്തി തിരഞ്ഞെടുത്തു. മരിച്ചപ്പോൾ 50 വയസ്സിലേറെ പ്രായം? ഇല്ല. സാധാരണഗതിയിലും വരണം? അല്ല. ഈ 3 ചോദ്യങ്ങളേ ഉള്ളൂ. സാധാരണഗതിയിലല്ല മരണം. അല്ല. അയ്യേ, അദ്ദേഹത്തിന്റെ ശവശരീരം കണ്ടെത്തിയത് മയ്യനാട് നിന്ന് തന്നെ അല്ലേ? ജിയലാലല്ല. അല്ല, ലാലല്ല. ലാല് സിനിമയുണ്ട്, മിമിക്രി ആർട്ടിസ്റ്റാണ്. 80 ശേഷമാണ് മരണം. 50 വയസ്സിൽ താഴെയാണ് മരണം. സാധാരണഗതിയിലല്ല മരണം. മയ്യനാട് അല്ല. അപ്പോൾ ലാലിനല്ല വിചാരിച്ചേ. ലാലല്ല. മിമിക്രി ആർട്ടിസ്റ്റാണോ? ലാലല്ല. സാധാരണഗതിയിലല്ല മരിച്ചത്. 50-ൽ താഴെ പ്രായം മരിച്ചപ്പോൾ. സിനിമയുമായി ബന്ധമുണ്ട്. വാഹനാപകടം ഒന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. വാഹനാപകടം ചോദിച്ചില്ലേ അല്ലേ? അത് ചോദിക്കുന്നു. അത് വേണ്ട. അപ്പം ഞാനും ജോബിയായിട്ട് പണ്ട് കളിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നില്ല. ആരും കേട്ടിട്ടില്ലാത്ത ഏതോ ആളുടെ ആയിരിക്കുമോ? ഇനി നോക്കാം. ഒരു ചോദ്യമേ ഉള്ളൂ എനിക്ക്. ദൈവത്തിൻ്റെ തീരുമാനം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ ഞാൻ പൃഥ്വിരാജിനെപ്പോലെയും പൃഥ്വിരാജ് എന്നെപ്പോലെയും ആകുമായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അതെ. അതെന്താ അങ്ങനെ പോകാത്തതെന്നുള്ളതാണല്ലേ? പക്ഷെ അത് പോകേണ്ടതാണ്. അത് പക്ഷേ ജോബി, ഞാൻ വിചാരിച്ച വലിയ കൗശലമൊന്നും കാണിച്ചില്ല. ജോബി വലിയ ഈ ട്രിക്ക് കൗശലമൊന്നും കാണിച്ചില്ല. ജോബിയിൽ നിന്ന് സാധാരണ ജോബി വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ജോബി വിചാരിച്ചത്. അല്ലാതെ ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിൽ നിന്നും അല്ലല്ലോ വിചാരിച്ചത്. പണ്ട് നമ്മൾ ബൗദ്ധികമായ ഒരുപാട് പേരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഇതിന് തന്നെ ഇപ്പം സ്റ്റേജിൽ കളിച്ച ആളുടെ പേര് പറഞ്ഞില്ല. ഒരുപക്ഷെ പ്രേക്ഷകർക്കും അത്ര കണ്ട് ക്ലിയറായി കാണില്ല. ഇനി പറയും. ലോക റെക്കോർഡുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒരാളാണ് അദ്ദേഹം. മുഴുനീള കഥാപാത്രത്തിനുള്ള റെക്കോർഡ് അജയനാണ്, പക്രുവിനാണെങ്കിലും ഉയരം ഏറ്റവും കുറഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ട്.
ഒരു തിരുവോണ നാളിൽ ഓണക്കാലത്താണ് മരിച്ചുപോയത്. ഓണക്കാലത്ത് ഒരു പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ സമയത്താണ് മരിച്ചു പോകുന്നത്. അതെ, അതിനുശേഷം ആ പ്രോഗ്രാമൊക്കെ ഞാനാ ചെയ്തത്. ഒരാളിന് എങ്ങനെയൊക്കെ മരിക്കാം. അപകടമരണം എന്ന് പറയുമ്പോൾ ഈ ഒരുപക്ഷെ അത് നന്നായി ഞാൻ അങ്ങനെ ചോദിക്കാത്തത്. കാരണം വാഹനാപകടമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വഴിതെറ്റിപ്പോയേനെ. കാരണം വാഹനാപകടമല്ല എന്ന് പറഞ്ഞാൽ കൊലപാതകമാണോ? അല്ല. ആത്മഹത്യയാണോ? അല്ല. പാമ്പ് കടിച്ചാണോ? അല്ല. അപകടമാണോ? അപകടമാണ്. എന്ത് അപകടമാണെന്നൊന്നും ഒരിക്കലും ചിന്തിക്കാത്തൊരു ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചു പോയില്ല. പകരം മനസ്സിലേക്ക് ഒരു നിമിഷം ഞാനിങ്ങനെ ജോബിയെ നോക്കി കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കൊട്ടേഷൻ ചോദിച്ചത്. മരിച്ചത് ഡെസ്കിൽ നിന്ന്, ബെഞ്ചിൽ നിന്ന് താഴെ വീണാണ് മരിച്ചത്. ബെഞ്ചിൽ നിന്നാണ് താഴെ വീണ് മരിച്ചു പോയത്. ഓണക്കാലത്ത് ആണ് 2005 അല്ലേ? 2005 2005 ഓണക്കാലത്തൊരു ഉത്സവം ധനുവച്ചപുരത്താണ് വീട്, തിരുവനന്തപുരത്താണ്. ഒരു ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി റിഹേഴ്സൽ എടുക്കുന്നതിനിടയിലാണ് ഈ ബെഞ്ചിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നത്. മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ നടൻ അത്ഭുതദ്വീപിൽ അഭിനയിച്ചു വിനയൻ്റെ. അതിനുശേഷം ഈ മരണത്തിന് ശേഷം വിനയൻ പറഞ്ഞാണ് ഈ കൊട്ടേഷൻ വളരെ ഫേമസ് ആയത്. ഉയരക്കുറവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞു, അതൊക്കെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോ നിമിഷം ഉണ്ടാകുന്ന ചെറിയ തീരുമാനങ്ങളിലെ മാറ്റങ്ങളാണ്. മാറ്റം ഒന്ന് തിരിഞ്ഞിരുന്നുവെങ്കിൽ പൃഥ്വിരാജ് പൊക്കം കുറഞ്ഞ ആളും ഞാൻ പൃഥ്വിരാജിൻ്റെ ഉയരമുള്ള ആളുമായി മാറില്ലായിരുന്നോ എന്ന് ചോദിച്ചു. സാജനെയാണ് മനസ്സിൽ വിചാരിച്ചത്. സാജന ഗംഭീരമായ തിരഞ്ഞെടുപ്പാണ് ജോബി. ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കണ്ടേ. 28 ഇഞ്ചേ ഉള്ളൂ സാജൻ. ഒരു പൂച്ചട്ടി വെച്ചാൽ, വലിയൊരു പൂച്ചട്ടി വെച്ചാൽ അതിൻ്റെ മറവിൽ അവൻ ഒളിച്ചിരിക്കാം. സാജനെ ഞാൻ ആലോചിക്കണ്ടേ. തീർച്ചയായും. സാജൻ സാഗര മിമിക്രി വേദികളിലൂടെയും TV പരിപാടികളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ സാജൻ 2005 പുറത്തിറങ്ങിയ വിനയൻ ചിത്രമായ അത്ഭുതദ്വീപിലൂടെയാണ് ഏറെ ജനപ്രീതി നേടുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും കുഞ്ഞു നടനായിരുന്നു സാജൻ സാഗര. ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെ വീണ് പരിക്കേറ്റ് 2005 സെപ്റ്റംബർ 19 തന്റെ 29ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞങ്ങൾക്ക് ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്നൊരു സംഘടനയുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. ചെറുമാനവ സംഘം. ചെറുമാനവ സംഘം. ചെറിയ മനുഷ്യരുടെ വലിയ ലോകമെന്നൊക്കെ പണ്ട് പറയും. പക്ഷേ മനുഷ്യർ ചെറുതാകുന്നതും വലുതാകുന്നതും ശരീരം കൊണ്ടാണ് എന്ന് കരുതാൻ കഴിയുമോ? അനീഷ പ്ലീസ്. ഇരുപത്തെട്ട് ഉയരമുള്ളൂ എന്നുള്ളത് കൊണ്ട് സാജൻ ചെറുതാകുന്നില്ലല്ലോ. 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് ആരെയും വലുതാക്കുന്നുമില്ലല്ലോ. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairatv.in. നിങ്ങൾ വിചാരിച്ച വ്യക്തിയും അമേരിക്കക്കാരനാണ് എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? അതെ, ഒരു സംഭവമാണ്. കായികമായി വേണ്ടി വന്നാൽ നേരിടുമോ? തീർച്ചയായും നേരിടും. സൂക്ഷിച്ചിരിക്കണം. ഞാൻ അശ്വമേധത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് കേട്ടോ.